നമുക്ക് ഉരുളിയൊന്നും വേണമെന്നില്ല കേട്ടോ. ഉരുളി ഇല്ലാതെ വരട്ടിയതാണത്. ഉരുളിയിലൊക്കെ വെച്ചിട്ടാകുമ്പോൾ ആകെ പൊട്ടിത്തെറിച്ച് സ്റ്റൗവൊക്കെ കേടുവരില്ല. അതൊന്നും ഉണ്ടാവില്ല. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നെല്ലിക്ക കൊണ്ടുണ്ടാക്കിയൊരു വിഭവമാണ്. ജാമെന്നോ ലേഹ്യമെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. എന്തായാലും നല്ലൊരു ഐറ്റമാണ്. തൊടിയിൽ നിന്ന് പറക്കിയ നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിക്കയെല്ലാം നല്ല ക്ലിയറാക്കി അതിൻ്റെ കല്ലിൽ വീണ് ചതഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുന്നത്. നാടൻ നെല്ലിക്കല്ലേ, ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ട് കല്ലൊക്കെ കയറിയിട്ടുണ്ടാവും. വാങ്ങുന്ന നെല്ലിക്കയുടെ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ മായം ഉണ്ടാവില്ല. നല്ല നെല്ലിക്കയാണ്. ഇതിന് നല്ലോണം ചവർപ്പും പുളിയുമുള്ള നെല്ലിക്കയാണത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെല്ലിക്ക കാണാൻ നല്ല ഭംഗിയല്ലേ, പക്ഷെ അതിനേറ്റ് ഔഷധ ഗുണമുള്ള നെല്ലിക്കയാണത്. വിറ്റാമിൻ സി എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളതല്ലേ. നല്ലതുപോലെ കഴുകിയെടുക്കുക, വൃത്തിയാക്കി കണ്ടു. അതിൻ്റെ ഇതൊക്കെ ചിരണ്ടി കളഞ്ഞിട്ട് അത് ഒരു കറുത്ത കളറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ കളയണത്, അല്ലെങ്കിൽ അതൊരു ഇതല്ലേ. എന്നിട്ടൊരു സ്റ്റീമറിൽ വെച്ചിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കുക. അത്രേ വേണ്ടോ, പെട്ടെന്ന് ആയി കിട്ടും നെല്ലിക്ക. വിസിലടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇത് കണ്ടു, ഈ പരുവാവും. അത് ഒറ്റ വിസിൽ തന്നെ ആയി കിട്ടും. അതിനെ ഒരു ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളയുക. കുരു പെടാൻ പാടില്ല കേട്ടോ, അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. മിക്സിയിലടിക്കാനും വിഷമം, പിന്നെ അത് പെട്ടാൽ നമുക്കൊരു ഇതുണ്ടാവില്ല. ഇങ്ങനെ ആക്കി എടുത്തത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇനി അതിനെ ഒരു മിക്സിയിലിട്ടിട്ട് കുറേശ്ശെയായിട്ട് അടിച്ചെടുക്കുക. ഇത് ഇങ്ങനെ നല്ലതുപോലെ അരയണ്ട, ഒരു ക്രഷ് ചെയ്തെടുത്താൽ മതി. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. ഇതാണ് പാകം, ഇങ്ങനെ ആവാൻ പാടുള്ളൂ, ഫൈനായിട്ട് അരയരുത്. ഇനി നമുക്ക് ഒരു കിലോ ശർക്കരയാണിത്. 1.5 കിലോ വേണ്ടി വന്നു കേട്ടോ ശർക്കര. കാരണം ഇത് നല്ല പുളിയും കയ്പ്പൊക്കെ ഉണ്ട് നെല്ലിക്കയ്ക്ക്. അപ്പോൾ അതിന് 1.5 കിലോ വേണ്ടി വന്നു. ഇതിനെ നല്ലോണം പാവ് കാച്ചി പാനിയാക്കിയിട്ട് അത് നമ്മൾ കുക്കറിൽ ഒഴിക്കുന്നു. കുക്കറിലാണ് വരട്ടാൻ പോകുന്നത്. അരിച്ചെടുത്തു കണ്ടു. ഇനി അതിൽ നമ്മൾ അരച്ച് വെച്ച നെല്ലിക്ക കലക്കിയെടുക്കുക ആ വെള്ളത്തിൽ. കലക്കി വരുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കാണാതെ അങ്ങനെ വേണം. ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. കണ്ടു, ഇതേപോലെ ഇരിക്കും കലക്കി വന്നു കഴിഞ്ഞാൽ. ഇനി അതിനെ സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കണത്. നല്ലതുപോലെ നെയ്യൊക്കെ ഒഴിച്ച് ഇത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിട്ടാലും അത് ആ ചൂടാറിനോടുകൂടി വെള്ളം വറ്റി കിട്ടും. അതാണ് ഈ കുക്കറിൽ വെക്കണതിൻ്റെ പ്രത്യേകത. ചക്ക വരട്ടാനൊക്കെ നല്ലതാണ് കുക്കറിൽ. അധികം പൊട്ടിത്തെറിച്ച് തുടങ്ങിയാൽ ഇതുപോലെ ഒരു മൂടി എടുത്ത് അടച്ച് വെച്ചിട്ട് ഇളക്കാം. നമുക്ക് ഫുള്ളടക്കരുത്, പകുതി അടച്ചിട്ട് നമുക്ക് ഇളക്കാം. 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചാരയും കൂടി പൊടിച്ചതാണത്. അതും കൂടി ഇട്ട് ഇളക്കി പിന്നെ നെയ്യ് ഒഴിച്ച് അതിനെ വരട്ടിയെടുക്കണം. വെള്ളമില്ലാത്ത രീതിയിൽ വരട്ടിയെടുക്കണം. നല്ല ബുദ്ധിമുട്ടാണ്, നല്ലോണം പൊട്ടിത്തെറിക്കത്. അതിലെ വെള്ളത്തിൻ്റെ അംശം കൂടുതൽ നെല്ലിക്കയിൽ. അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കയ്യിലേക്ക് പോകും. അതിനാണ് ഈ കുക്കർ. നല്ലതുപോലെ തിളച്ച് ഇങ്ങനെ ഇതായി വരുമ്പോൾ അത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ അതൊന്നും കൂടി കട്ടിയായിട്ടുണ്ടാവും. അങ്ങനെ കുറേശ്ശെയായിട്ട് കുറുക്കിയെടുക്കാം. ഒറ്റ ട്രിപ്പിലല്ല, നമുക്കൊരു 2 ദിവസം കൊണ്ടൊക്കെ ആക്കിയെടുക്കാം. ഇങ്ങനെ ഈ പരുവാവണം കണ്ട് ഇങ്ങനെ ഇതായിട്ട് നല്ലതുപോലെ കുറുകിയ നമുക്കത് കുപ്പിയിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ജാമ് ലേഹ്യമൊക്കെ കിട്ടണ പോലെയുണ്ട്. കണ്ടു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഒരു ടൈമെങ്കിലും ഉണ്ടാക്കി നോക്കൂട്ടോ നെല്ലിക്ക മേടിച്ചിട്ട്. നല്ലതുപോലെ ഇതുള്ളതല്ലേ, വിറ്റാമിൻ ഉള്ളതല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.